വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആലിയ ആൻഡ് മീ. അപ്പോൾ ഇന്ന് നമ്മൾ ടെമൂന്ന് മേടിച്ച കുറച്ച് പ്രൊഡക്ട്സ് അൺബോക്സ് ചെയ്യാൻ പോവാണ്. സോ ലെറ്റ്സ് ബിഗിൻ. ഇത് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ സേവിങ്സിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് വാങ്ങിച്ച സംഭവങ്ങളാണ്. പക്ഷേ രസമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ഡിസംബർ 23 ആയിരുന്നു. ഞാനിതിന് വോയിസ് ഓവർ കൊടുക്കുന്നതിന് ജൂൺ 5 ബിക്കോസ് ഞാൻ ഈ വീഡിയോ എടുത്ത കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ എന്തോ ഞാൻ ഈ ഫോണിൽ കുറച്ച് സംഭവം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോഴാണ് ഞാനിത് കണ്ടത്. അപ്പോൾ പിന്നെ വോയിസ് ഓവർ കൊടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഈ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. ബിക്കോസ് ഇട്ടാലാരും കാണാനില്ല എന്നുള്ള എന്തൊക്കെയോ ഒരു ഓവർ തിങ്കിങ്ങോ അങ്ങനെയൊക്കെ സംഭവങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇത് ഞാൻ ഈ പാക്കേജ് ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് കുറേ നേരമായി. ഞാൻ ആദ്യം തന്നെ ആ ഒരു എന്തോ പേപ്പർ ഇങ്ങനെ ഷിപ്പിംഗ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരുന്ന പേപ്പറിൻ്റെ മേളിൽ കൂടെ തന്നെ പോയി കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് സൈഡിൽ നിന്നും ഇടയ്ക്കുനിന്നും മേളിൽ നിന്നും ഒക്കെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ എടുത്തപ്പോൾ ഓൾറെഡി ഞാനിങ്ങനെ പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ആ വീഡിയോയിൽ പറഞ്ഞ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും വോയിസ് ഓവർ എടുക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ ഈ പാക്കേജ് പൊട്ടിച്ചു. ഇപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇനി ഞാൻ എല്ലാം കൂടെ എടുത്തൊന്ന് പുറത്ത് വയ്ക്കുമായിരുന്നു. അതായത് ആ കവറിനകത്തുനിന്ന് എല്ലാം എടുത്ത് ടേബിളിലോട്ട് ഇങ്ങനെ നിരത്തി വെക്കുമായിരുന്നു. ഞാൻ അപ്പോഴാണ് നോക്കുന്നത് എന്തൊക്കെയാണ് വാങ്ങിക്കുന്നതെന്ന് തന്നെ. ബിക്കോസ് ഞാൻ വാങ്ങിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തന്നെ ഓർമ്മ ഉണ്ടായിരുന്നില്ല ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതെന്ന്. അപ്പം ഞാനങ്ങനെ എടുത്തെടുത്ത് വെക്കുകയാണ്. ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന സംഭവം ഒരു ലാമ്പായിരുന്നു. അത് ഞാൻ പിന്നെ ലേറ്റർ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ എല്ലാ സാധനവും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഹോളായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റെഡ് ബീഡ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബ്രേസ്ലെറ്റ് മേക്കിംഗ് എൻ്റെ പുതിയ ഹോബിയാണ്. പിന്നെ വൈറ്റ് ബീഡ്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലാക്ക് ബീഡ്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ കുറച്ച് വലുതാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ കിട്ടിയത് ഇതാണ്. പിന്നെ ലെറ്റേഴ്സിൻ്റെ ബീഡ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു ചോക്ക സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറേ കളേഴ്സൊക്കെ ഉണ്ട്. ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ബ്ലൂ, പിങ്ക്, അങ്ങനെ കുറേ കളേഴ്സൊക്കെ ഉള്ളൊരു ചോക്ക സെറ്റായിരുന്നു. പിന്നെ ഇത് ഞാൻ എൻ്റെ ബർത്ത്ഡേ ബ്ലൂ തീം ആക്കണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചായിരുന്നു. പക്ഷേ അവസാനം ബർത്ത്ഡേ പിങ്ക് തീമായിരുന്നു. പിന്നെ ഇത് വളരെ പിൻട്രസ്റ്റി എസ്തെറ്റിക് ആയിട്ടുള്ള ക്ലിപ്സാണ്. ബ്ലൂ, പിങ്ക്, യെല്ലോ വരുന്ന 3 ക്ലിപ്സ്. പിന്നെ ഇത് പർപ്പിൾ ആൻഡ് ബ്ലൂ വരുന്ന ഒരു വാട്ടർ ബോട്ടിലായിരുന്നു. പിന്നെ ഇതൊരു ജോമെട്രി ബോക്സാണ്. എൻ്റെ കയ്യിൽ ജോമെട്രി ബോക്സ് ഒക്കെ ഉണ്ട്, പക്ഷേ അതിലെ സാധനങ്ങളെല്ലാം പൊട്ടിപ്പോയി. അല്ല, ഞാൻ പൊട്ടിച്ച് കളഞ്ഞൊന്നുമല്ല. പിന്നെ ഇത് ഫെയറി ലൈറ്റ്സ് ഉണ്ടായിരുന്നു. റൂം ഡെക്കറേഷന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ലീഫ് വൈൻസും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും റൂം ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് കുറച്ച് സ്റ്റിക്കേഴ്സാണ്. ഞാൻ ജേർണലിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിച്ച കുറച്ച് സ്റ്റിക്കേഴ്സായിരുന്നു. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഫ്രണ്ട്ഷിപ്പ് ബ്രേസ്ലെറ്റ് ആണെന്ന് തോന്നുന്നു. അതെ, ഞാൻ മുമ്പ് ഒരു ഫ്രണ്ട് ഗ്യാങ് ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ടി വാങ്ങിച്ചായിരുന്നു ഈ ഫ്രണ്ട്ഷിപ്പ് ബ്രേസ്ലെറ്റ്. പിന്നെ ഇത് വൺ ഓഫ് മൈ ബെസ്റ്റസ്റ്റ് ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 എണ്ണമുള്ള വേറൊരു ഒരു നെക്ലേസും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്ഷിപ്പ് ബ്രേസ്ലെറ്റ് നെക്ലേസ്. പിന്നെ ഇത് രണ്ടും ബ്രേസ്ലെറ്റിന് വേണ്ടി വാങ്ങിച്ച ബീഡ്സ് തന്നെയാണ്. പിന്നെ ഇത് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതിന് വാങ്ങിച്ച ത്രെഡാണ്. എൻ്റെ ത്രെഡ് തീർന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും ബീഡ്സ് തന്നെയാണ്. പിന്നെ ഇത് ഒരു ഡ്രസ്സായിരുന്നു. ഇത് ടെമൂന്ന് ഞാൻ ഒട്ടും ഇങ്ങനെ അത്ര എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ലാതെ ഓർഡർ ചെയ്ത ഡ്രസ്സാണ്. പിന്നെ ഒരു പേപ്പർ കട്ടറായിരുന്നു, നമ്മൾ ഈ ക്രാഫ്റ്റ് ചാനലിലൊക്കെ കാണുന്ന ഒരു പേപ്പർ കട്ടർ. പിന്നെ ഇതൊരു ഹെഡ്ഫോൺസ് ആയിരുന്നു, ഒരു പിങ്ക് കളർ കാറ്റിയേഴ്സ് ഹെഡ്ഫോൺസ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ലാമ്പ്. ഇത് ഞാൻ പ്രേമല്ലു, എൻ്റെ ഫേവറേറ്റ് മൂവി, അത് കണ്ട് ഇൻസ്പയർഡായിട്ട് വാങ്ങിച്ച ഒരു ലാമ്പായിരുന്നു. പിന്നെ ഈ ബോക്സിനകത്ത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, അത് തുറന്ന് നോക്കണം. പിന്നെ ഇതാണ് ഞാൻ വാങ്ങിച്ച ഡ്രസ്സ്. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. ഇതൊരു റെഡ് ക്രോപ്പ് ടോപ്പ് പോലെ ആൻഡ് ഒരു വൈറ്റ് സ്കേർട്ടിൽ ഇങ്ങനെ റോസ് ടൈപ്പ് പ്രിൻ്റൊക്കെ വരുന്ന ഒരു സ്കേർട്ടും കൂടെ ഉള്ളൊരു പെയറായിരുന്നു. എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് തിരിച്ച് ഹാളിലോട്ട് പോകാം. പിന്നെ ഈ ബോക്സിൽ ഞാൻ വാങ്ങിച്ച ഒരു ഓർഗനൈസറായിരുന്നു. ഈ ഓർഗനൈസറിൻ്റെ കൂടെ തന്നെ ഫ്രീ കുറോമി സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. ഇത് ഫ്രീ അല്ല, അതിൻ്റെ മേളിൽ ഒട്ടിക്കാനുള്ളതാണ്. അത് ഞാൻ ഒട്ടിച്ചു. പിന്നെ കുറച്ച് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കുകയൊക്കെ ചെയ്തു. ഇതാണ് ഒരു ഓർഗനൈസർ. ഇതിൽ ഒരു ഐ തിങ്ക് 6 അറകൾ പോലെ വരുന്ന
ഒരു ഡ്രോവർ പോലത്തെ ഉള്ള ഓർഗനൈസർ ആയിരുന്നു. പിന്നെ ഈ ഹെഡ്ഫോൺസും ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കാറ്റ് ഇയർ ഹെഡ്ഫോൺസ്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ്. 2 ദിവസം ഇതൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. പക്ഷെ 3-ാമത്തെ ദിവസം തൊട്ട് അത് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഉപയോഗിച്ച കുഴപ്പമാണോ അതോ പ്രൊഡക്റ്റിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല, വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ ലാമ്പായിരുന്നു. ഈ ലാമ്പ് പൊട്ടിക്കാനാണ് ഞാൻ ഇത്രയും നേരം എക്സൈറ്റഡ് ആയിട്ടിരുന്നത്. അങ്ങനെ ഞാനത് പൊട്ടിച്ചു. ഇതിൻ്റെ കൂടെ ഒരു റിമോട്ടൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറയാലോ, ഞാൻ ഇത്ര ക്യൂട്ടായിരിക്കും എന്ന് വിചാരിച്ചില്ല. എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതും റീചാർജബിൾ ആണ്. അതിൻ്റെ കൂടെ ചാർജറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ യൂസർ മാനുവലോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഈ ലാമ്പിനെ കുറിച്ച് എനിക്ക് പറഞ്ഞേ പറ്റൂ. ഇത്ര ഭംഗിയുള്ള ഒരു ലാമ്പായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഞാനിത് വാങ്ങിക്കണോ വേണ്ടയോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചായിരുന്നു. ബിക്കോസ് ഇതിന് കുറച്ച് പ്രൈസ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല അതിന് പ്രത്യേകിച്ച് ഉപയോഗം അങ്ങനെയൊന്നുമില്ലല്ലോ, ഡെക്കറേഷൻ അല്ലാതെ. അതുകൊണ്ട് ഞാൻ വാങ്ങിക്കണോ വേണ്ടയോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചതായിരുന്നു. പക്ഷേ ഐ ലവ് ഇറ്റ് സോ മച്ച്. പിന്നെ ഞാൻ ഈ വാട്ടർ ബോട്ടിൽ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു പർപ്പിൾ ആൻഡ് ബ്ലൂ ഇങ്ങനെ കുറേ മോട്ടിവേഷണൽ മോട്ടിവേഷണൽ സംഭവങ്ങളും പിന്നെ ഇങ്ങനെ മെഷർമെൻറ്റ്സും ഒക്കെ ഉള്ളൊരു വാട്ടർ ബോട്ടിലായിരുന്നു. ഇത് എനിക്കിഷ്ടപ്പെട്ടു. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. എനിക്ക് ഈ 2 കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്, പർപ്പിൾ ആൻഡ് ബ്ലൂ. അതുകൊണ്ട് എനിക്ക് വാട്ടർ ബോട്ടിലും ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഈ ബലൂൺസ് ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെ. ഞാൻ ആക്ച്വലി ബ്ലൂ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത ബലൂൺസ് ആയിരുന്നു അത്. പിന്നെ ഈ ഒരു ജോമെട്രി ബോക്സ് വളരെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ജോമെട്രി ബോക്സ് കാണാനായിട്ട് കവറാണെങ്കിലും അകത്തെ സാധനങ്ങളാണെങ്കിലും ഇതിൽ 2 ട്രയാങ്കിളിൻ്റെ സാധനം എന്താ എനിക്കറിയില്ല. പിന്നെ പ്രൊട്രാക്ടർ, സ്കെയില്, പെൻസിൽ, ഇറേസർ, ഷാർപ്നർ, കോമ്പസ്, അത്രയായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്തതായിട്ട് ഞാൻ എന്താ അൺബോക്സ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. കുറേ നാളെ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. അടുത്തതായിട്ട് ഈ ഫെയറി ലൈറ്റ്സ് ആയിരുന്നു പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ബാറ്ററി ഇടേണ്ടതാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ക്ലിപ്പ്, ഇത് ആക്ച്വലി ഞാൻ കുറേ നാൾ ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു ക്ലിപ്പായിരുന്നു. ഇത് 3 കളേഴ്സ് ഉണ്ട്, അതായത് ബ്ലൂ, പിങ്ക് ആൻഡ് യെല്ലോ. ഇത് നല്ല സ്ട്രോങ് ആയിരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല സ്ട്രോങ് ആയിരുന്നു. ഇത് മുടിയിൽ ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം നിൽക്കുമായിരുന്നു. പിന്നെ ഇതാണ് ബ്ലൂ വൺ, ഇതിൻ്റെ നടുക്ക് യെല്ലോ പോലെ എന്തോ ഉണ്ട്. പിന്നെ ഇത് പിങ്ക് വൺ, അതിൻ്റെ നടുക്ക് റെഡാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഡാർക്ക് പിങ്ക്. പിന്നെ യെല്ലോ എടുക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു, കാരണം ലാസ്റ്റ് ഇരിക്കുമായിരുന്നു. പക്ഷെ ഞാൻ എടുത്തു. യെല്ലോയുടെ നടുക്ക് കുറച്ചും കൂടി ഡാർക്ക് യെല്ലോ ഷെയ്ഡായിട്ടുള്ളൊരു സംഭവമുള്ളൂ. ഇത് 3ഉം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്. വെറുതെ ഡെക്കോറിന് വെക്കാനാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതെടുത്ത് വെക്കാൻ പോയപ്പോഴത്തേക്കും ഒന്ന് താഴെ പോയി, പക്ഷേ ഒന്നും പറ്റിയില്ല. അടുത്തതായിട്ട് ഞാൻ ഈ ചോക്കർ നെക്ലേസ് ആണെന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഓരോ ഡ്രസ്സിൻ്റെ കൂടെയും ഇടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പല പല കളർ വരുന്ന വാങ്ങിച്ചാണ്. പക്ഷേ സ്റ്റിൽ എൻ്റെ ഫേവറേറ്റ് ബ്ലാക്ക് തന്നെയാണ്. കാരണം അത് എല്ലാ ഔട്ട്ഫിറ്റിൻ്റെയും കൂടെ അടിപൊളിയായിട്ട് പൊക്കോളും. ഇതിൽ വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, പിന്നെ എന്തോ ഹൈലൈറ്റർ യെല്ലോ അങ്ങനെ എന്തോ ഉണ്ട്. പിന്നെ ബ്ലൂ, പിങ്ക്, 2 പിങ്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഒരെണ്ണം പൊട്ടിപ്പോയി. പിന്നെ ലൈറ്റ് ഗ്രീൻ, ലൈറ്റ് ബ്ലൂ, റെഡ്, ബ്രൗണ് ആൻഡ് ബ്ലാക്ക്. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഈ വോയിസ് ഓവറിലെ ചെറിയ ചെറിയ ഇംപെർഫെക്ഷൻസ് ഒക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഇതുവരെ ഞാൻ നോക്കിക്കഴിഞ്ഞില്ല. കുറേ നേരമായിട്ട് ഓരോന്നും ഞാനിങ്ങനെ എടുത്തെടുത്ത് വലിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ അവസാനം അത് കഴിഞ്ഞു. അടുത്തായിട്ട് ഞാൻ ഈ 2 ത്രെഡ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ ലീഫ് വൈൻസും ഞാൻ പൊട്ടിച്ചിട്ട് നോക്കിയിട്ടുണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു പേപ്പർ കട്ടർ, ഇത് ഞാൻ കുറേ ക്രാഫ്റ്റ് ചാനൽസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ വേണമെന്ന് വെച്ച് ഞാൻ വാങ്ങിച്ചായിരുന്നു. ഇതിന് അത്രയ്ക്ക് പ്രൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ലാവൻഡർ ഷെയ്ഡിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള കളർ സോൾഡ് ഔട്ട് ആയിപ്പോയി. പക്ഷേ ലാവൻഡർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കളറായതുകൊണ്ട് ഞാൻ ലാവൻഡറിനെ ഓർഡർ ചെയ്തു. ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ പേപ്പർ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ടാവുന്ന രീതിയിൽ. പിന്നെ ഇത്രയും സംഭവങ്ങളായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.